അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിഡിൽ ഈസ്റ്റ് സംഘർഷാവസ്ഥ അതിൻ്റെ വാർത്തകൾ അത് ടി വി ചാനലിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് മൊത്തത്തിൽ എന്താണ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതലും. അതിപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്നവരാവട്ടെ, ഇനി അതല്ല അതിനെ നോക്കിക്കാണുന്ന മറ്റ് കൺട്രീസിലുള്ള, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരായിക്കോട്ടെ, എന്താണ് അത്തരം ഒരു ആങ്സൈറ്റി മോഡിലാണ് തീർച്ചയായും ഉള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം പറയാനുള്ളത്, ഞാൻ ദുബായ് ആണ്, ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അൽഹംദുലില്ലാ, കാമാണ്. എന്നാൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് എന്തുണ്ട്, ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട് താനും. മറ്റു പ്രദേശങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്ന സംഗതി എന്താണ്, തീർച്ചയായും ഇപ്പോൾ ഉണ്ട്. അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താവും, എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എപ്പോൾ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്, തീർച്ചയായും ഉണ്ട്. ഈ പറയുന്ന ഈ ഒരു അനിശ്ചിതത്വം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും നമ്മൾ എന്തിൻ്റെ പിന്നാലെ പോകുന്നത്, ന്യൂസിൻ്റെ പിന്നാലെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകാനുള്ളൊരു കാരണം തന്നെ ഈ ഒരു അനിശ്ചിതത്വമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. കാരണം എന്താണെന്നറിയോ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന, നമ്മളെ ഇടങ്ങേറാക്കുന്ന, നമ്മുടെ മനസ്സിന് ഒരു തരത്തിലുള്ള സ്വസ്ഥതയും കൊടുക്കാത്തൊരു സാധനമാണ് ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇനി സംഭവിക്കുക അറിയാത്ത ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, അത് മനുഷ്യന് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ചാനലിൻ്റെ പിന്നാലെയൊക്കെ നമ്മൾ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ 24 hours എന്താണ് ഈ ടി വി ചാനലും തുറന്നു വെച്ചിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ശരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ, അതായത് ചാനലിൻ്റെ പിന്നാലെ പോകുമ്പോൾ, ന്യൂസിൻ്റെ പിന്നാലെ പോകുമ്പം സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ മനസ്സാകെ കൂടി അലങ്കോലപ്പെടും. അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മളിതിൻ്റെ പിന്നാലെ പോവുക. എന്നാൽ ഇതിൻ്റെ പിന്നാലെ പോയതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടോ, നമുക്ക് സൊല്യൂഷൻ കിട്ടോ? ഇല്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ മനസ്സ് വളരെയധികം അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിന് അപ്പുറത്താവും. അതായത് ശരിക്കും നമ്മളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇന്നലെ വരെ ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ കുറേ ഇബാദത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് നേരം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഒരുപാട് നേരം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതല്ല, നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ദിവസവും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ തന്നെ ഇന്നലെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു, ഇന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഒരു യാന്ത്രികമായിട്ട് നമ്മളിങ്ങനെ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ആളുകൾക്കും ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ്. ഈ ന്യൂസിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ സമയം നിശ്ചയിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മളോട് ചോദിക്കുക, ഞാനിങ്ങനെ ന്യൂസിൻ്റെ പിന്നാലെ പോയതിനെ കൊണ്ട്, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചതിനെ കൊണ്ട്, ഞാനിങ്ങനെ അസ്വസ്ഥപ്പെട്ടതിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പരിഹാരം ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണാൻ സാധിക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുക. നമുക്കതിന് സൊല്യൂഷൻ ഇല്ല, കാരണം ഇത് നമ്മുടെ കൺട്രോളിനപ്പുറത്താണ്. ഇവിടെ നിസ്സഹായനാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വെറുതെ ടെൻഷൻ അടിക്കുക, അസ്വസ്ഥപ്പെടുക എന്നതല്ലാതെ, എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അലസതയുടെ, ഒരു ലേസിനെസ്സിൻ്റെ ഒരു മോഡിലേക്കാണ് ശരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ സംഭവിക്കുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള പരിഹാരവും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാഹചര്യത്തെ നമ്മളങ്ങ് ഉൾക്കൊള്ളണം. അങ്ങനെ തന്നെ പറയണം, നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയേണ്ടത്, ഇതിലെനിക്ക് പരിഹാരം കാണാൻ സാധിക്കുകയില്ല, എൻ്റെ കയ്യിൽ ഇതിന് സൊല്യൂഷൻ ഇല്ല, ഇതെൻ്റെ കൺട്രോളിനപ്പുറത്താണ്, എനിക്ക് സഹായിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത് എന്ന് നമ്മളോട് തന്നെ പറയുക. അപ്പോൾ നമ്മുടെ മനസ്സെന്താവുമെന്നറിയോ, നമ്മുടെ മനസ്സ് വളരെയധികം പീസ്ഫുള്ളാവും, സമാധാനത്തിലാവും. അങ്ങനെ പീസ്ഫുള്ളാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പീസ്ഫുള്ളാവുമ്പോഴേ നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് ശരിയായ രീതിയിൽ തിരിയാനും റബ്ബിനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാനും കഴിയുള്ളൂ.
അപ്പോഴാണ് റബ്ബിൻ്റെ എല്ലാ ശക്തിയും നമ്മുടെ മുന്നിലേക്ക് വരിക. റബ്ബാണ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലാണ് എല്ലാ അധികാരവും കഴിവും ശക്തിയും. ഇതൊക്കെ നമുക്കെന്താണ്, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയണമെങ്കിൽ, എന്നിട്ട് അള്ളാഹുവിനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര പീസ്ഫുള്ളായിരിക്കണം. അപ്പോൾ ആ പീസ്ഫുൾ ആവുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി ചോദിക്കുക. അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. എന്താണ് നടക്കാൻ പോകുന്നത്, എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതൊക്കെ യഥാർത്ഥത്തിൽ അറിയുന്നവൻ ഒറ്റ ശക്തിയേ ഉള്ളൂ, അള്ളാഹുവാണ്. ആ ശക്തിയോട് നമ്മൾ എന്താക്കുക? കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ ചോദിക്കുക. ആ അള്ളാഹുവിന് നമ്മൾ ആ തീരുമാനത്തെ വിട്ടുകൊടുക്കുക. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനത്തെ നമ്മൾ എന്താക്കുക? അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. പല രീതിയിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. തീർച്ചയായും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പല ആളുകളും നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അതിന് ലാസ്റ്റ് മൊമെൻ്റായിരിക്കും ഇനി ഫ്ലൈറ്റ് ഇല്ല എന്നറിഞ്ഞത്. മറ്റ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഇവിടെ ആയിരിക്കും, പിന്നെ ഫാമിലിയിൽ ഒരാൾ നാട്ടിലായിരിക്കും. മറ്റ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസത്തിന് മക്കളെയൊക്കെ ഇവിടെ ആക്കിയിട്ട് നാട്ടിൽ പോയ ആളുകളായിരിക്കും. ഇനിയും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം മുഴുവൻ നാട്ടിലായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളോടും കൂടിയാണ് പറയുന്നത്. നമ്മൾ അസ്വസ്ഥപ്പെട്ടതിനെ കൊണ്ടോ അലറി വിളിച്ചതിനെ കൊണ്ടോ പ്രയാസപ്പെട്ടതിനെ കൊണ്ടോ ഒരു ന്യൂസിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ കൂടിക്കൊണ്ടോ ഓടിയത് കൊണ്ടോ നമുക്കെന്തില്ല, യാതൊരു തരത്തിലുള്ള പരിഹാരവുമില്ല. നമുക്കിപ്പോൾ വേണ്ടത് നമ്മുടെ മനസ്സ് പീസ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് പീസ്ഫുള്ളാവാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്താക്കുക, അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അത് വളരെ ഈസിയുള്ളൊരു പരിപാടിയൊന്നുമല്ല. കുറച്ച് പണിയുണ്ട്, അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ എഴുതിക്കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഈ പറയുന്ന പ്രശ്നത്തിൽ എനിക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ എന്താക്കുക, എഴുതുക. അല്ലെങ്കിൽ നമ്മൾ തനിയെ ഇരുന്നു കൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. നമുക്കതിന് ഉത്തരമില്ല എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് എന്തായി, അതിനുള്ള പരിഹാരമായി. ഇതെൻ്റെ കൺട്രോളിനപ്പുറത്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ എന്തായി, ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ചിന്ത നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഇടങ്ങാറാക്കുന്നുണ്ട് എങ്കിൽ അത് ഏത് സമയവും നമ്മുടെ പിന്നാലെ ഉണ്ട്, നമുക്ക് ഒരു തരത്തിലൊരു സമാധാനം തരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചിന്ത എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം നമ്മളങ്ങനെ ചിന്തിച്ച് കൂട്ടിയതിനെ കൊണ്ടോ ന്യൂസിൻ്റെ പിന്നാലെ കൂടി ഒരുപാട് നേരം അതിനെക്കുറിച്ച് സംസാരിച്ചതിനെ കൊണ്ടോ നമുക്ക് എന്തില്ല, അതിന് പരിഹാരമില്ല. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, നമ്മുടെ മനസ്സിനെ പീസ്ഫുള്ളാക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടി ചോദിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. എന്നാൽ ഇത് റമദാൻ മാസമാണ്, പ്രത്യേകമാക്കപ്പെട്ട മാസമാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ മാസത്തിൽ നമ്മൾ എന്താക്കുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി അധികമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ എല്ലാവരുടെ മേലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ദീൻ ഊതിക്കെടുത്തുക എന്നുള്ളത് തന്നെയാണ് പിശാചുക്കളായ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയൊക്കെ ഉദ്ദേശം അത് തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ ഊതിക്കെടുത്തണോ വേണ്ടേ എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? അത് അള്ളാഹുവിൻ്റെ മാത്രം തീരുമാനമാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ കൺട്രോളിൽ മാത്രമുള്ള ഒരു സംഗതിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി എന്താണ്, ഇവിടെ നടപ്പിലാവൂല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഊതിക്കെടുത്തുക എന്ന് പറയുന്നത് ഇവിടെ നടപ്പിലാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദീൻ എന്താണ്? ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറക്കണം, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ നമ്മൾ എന്താക്കണം, പുതുക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മളോട് പറയണം എന്ത്, നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ആ തീരുമാനം അള്ളാഹുവിലേക്ക് വിടുന്നു.
അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് അതേപോലെ കിട്ടും എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് എന്താണ് ഹൈറ്, എന്താണ് ഷെറ് എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ എന്താക്കുക, ആ പറയുന്ന കംപ്ലീറ്റ് തീരുമാനങ്ങളെ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. അതിലൂടെ നമ്മുടെ മനസ്സിനെ ഏറ്റവും സ്വസ്ഥതയിൽ നിർത്തുക. നമ്മൾ നമ്മുടെ കർമ്മങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സഹായവും എല്ലാ റഹ്മത്തും നമ്മുടെ എല്ലാവരുടെയും മേലെ, ലോകത്തുള്ള എല്ലാ ആളുകളുടെയും മേൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പല ദേശത്തുള്ള പല പ്രദേശങ്ങളിലുള്ളവരാണ് ഈ ഇത്തരമൊരു പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരിലും അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ റഹ്മത്തുണ്ടാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഇസ്സത്തിനെ, നമ്മുടെ അഭിമാനത്തെ അള്ളാഹു അങ്ങേയറ്റം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.